അങ്ങനെ 2 ദിവസത്തെ ബഹ്റൈൻ ട്രിപ്പ് കഴിച്ചിട്ട് ഞങ്ങളിന്ന് തിരിക്കണം കേട്ടോ. ഏകദേശം 3:30 മണിയായി. കിടന്ന് ഉറങ്ങി, കാക്കാനായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ രാത്രി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീക്കെൻഡ് ട്രിപ്പായിരുന്നു ബഹ്റൈൻ ട്രിപ്പ്. അപ്പം ഇനിയിപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു ഡിസ്കൗണ്ട് സെൻറ്ററിൽ കയറുന്നുണ്ട്. അവിടെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ നോക്കാനുണ്ട്. അപ്പം അങ്ങനെ ഇനി ഉണ്ണിപ്പാപ്പാക്ക് ഉമ്മ അപ്പൊ ഞങ്ങള് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. ബഹ്റൈനോട് യാത്ര പറയുന്നു. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്നുകൂടെ ആയിക്കോട്ടെ യാത്ര കുറച്ചില്. റെഡി റെഡി റെഡി. എല്ലാ പാസ്പോർട്ട് അല്ല കുഴപ്പമില്ല. ഒന്നും കൂടി കാണാൻ വേണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീൽ സെൻറ്ററിൽ പോകണം. ഡിസ്കൗണ്ട് സെൻറ്റർ. അപ്പോൾ അവിടെ പോകുന്നു. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസിങ് എന്നല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കുന്നു, നേരെ വിടും. ഓക്കെ. ഫെറിയിൽ നിന്ന് ഒരു ഏകദേശം 17 മിനിറ്റ് റണ്ണിങ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഡിസ്കൗണ്ട് സെൻറ്ററിലേക്ക്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നട്ടും വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. നല്ല 4 മണി ആയി തുടങ്ങി, പക്ഷേ നല്ല വെയിലാണ്. വെയിലുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. ഡിസ്കൗണ്ട് സെൻറ്ററിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി നോക്കുമ്പോൾ കുറേ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. വലിയ ലാഭം വന്നൊന്നുമില്ല, എന്നാലും കുറേ കുഞ്ഞു സംഭവങ്ങളുണ്ട്. എന്താ പറയുക, ഈ റമീസ്, ഡൈസോ, ജപ്പാന്, അങ്ങനെ ഉള്ള ഷോപ്പുകൾ നമുക്ക് കിട്ടുമല്ലോ. കുഞ്ഞു റോണക്ക്, അങ്ങനെയുള്ള കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഉള്ള കുറച്ച് സംഭവങ്ങൾ കിട്ടും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഈ ഡിസ്കൗണ്ട് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ അതെ നെഗറ്റീവ് അടിക്കല്ല, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തട്ടിപ്പാണ്. ഓക്കെ, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാനടക്കമുള്ളവർ അല്ലെങ്കിൽ നമ്മളടക്കമുള്ളവർ അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ പോയിട്ട് വീഴും. അതാണ് അതിൻ്റെ ഒരു വിജയം. മനാമ ബസ് സ്റ്റാൻഡ് കേട്ടോ. കുറേ ബസ്സുകളുണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കാരണം തന്നെ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്തായാലും ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇതാണ് നമ്മളെ ബാംഗ്ലൂരത്തെ ബസ് സ്റ്റാൻഡ് പോലൊക്കെയുള്ളൊരു ബസ് സ്റ്റാൻഡ്. ബാംഗ്ലൂരത്തെ ബസ് സ്റ്റാൻഡാണ് ഓർമ്മ. ഈ റെഡ് ബസ്സൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ജസ്റ്റ് പാസ് ചെയ്തത് മാത്രം. ഫുള്ള് ഓളോ ബസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാമിലി ഡിസ്കൗണ്ട് സെൻറ്റർ. വിട്ടോ അന്നിങ്ങനെ തന്നെ പോയത്, നേരെ വിട്ടോ. അതായത് മനാമ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഇതാണ് കുറച്ച് വലിയ ഡിസ്കൗണ്ട് സെൻറ്റർ, ഫാമിലി ഡിസ്കൗണ്ട് സെൻറ്റർ ആയിട്ടുള്ളത്. ഇവിടെ എഴുതി വെച്ച പോലെ തന്നെ 100 ഫിൽസ് മുതൽ 2 BD വരെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം എന്നുള്ളത് മാത്രം. ഇത് വലിയ ഷോപ്പാണ് കേട്ടോ. ഇതിൻ്റെ
ഒരു ചെറുതുണ്ട്, ഞങ്ങള് സൽമാനിയ ആ ഭാഗത്തൊന്ന് കണ്ടിരുന്നു. അത് ചെറുതാണ്, അത്ര വലുപ്പമില്ല. ഇത് വലിയ ഷോപ്പാണ്. ഫാമിലി ഡിസ്കൗണ്ട് സെന്റർ, 100 ഫീസ് ടു 2 BD. സന ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. സനത് ഏതൊക്കെ നോക്കും. നല്ല ഉടുപ്പുകൾ ഒക്കെ ഉണ്ട്. ഉടുപ്പുകളുണ്ട്, ഷോക്സ്, ചെരുപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാതും ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനങ്ങൾ എന്നുള്ള ഞാൻ പറയുന്നില്ല, അത്രത്തോളം സാധനങ്ങളുണ്ട്. ഈ വാച്ചുകളൊക്കെ 10-11 റിയാൽ മാത്രം വരുന്നുള്ളൂ കേട്ടോ. കുറേ വാച്ചുകളുണ്ട്. പിന്നെ ടോയ്സ്, ഇതാ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്. ടോയ്സിൻ്റെ ഏരിയ ആണിത്. പിന്നെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഒക്കെ ആയിട്ടുള്ള വേറൊരു ഏരിയ. ഗിഫ്റ്റ് ഐറ്റംസുകൾ ഒരുപാടുണ്ട്. ട്രോഫി, ഫ്രെയിം ഒക്കെ ആയിട്ട് ഉള്ള അത് വേറെ. ഇവിടെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ ഡോൾ ഐറ്റംസുകളൊക്കെ ഉണ്ട്. എല്ലാ ഡോൾ ഐറ്റംസുകൾ, ഇതൊക്കെ ഡോളാണ്. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ഡോളുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2.2 BD, അതായത് 22 റിയാൽ അങ്ങനെയൊക്കെ. കാറ് 1.40, റേറ്റ് 1.43. ഇത്രയും കാറുകൾക്ക്. പിന്നെ ഇതേപോലെ കിച്ചൺ ആക്സസറീസ് ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചൺ ആക്സസറീസ് തന്നെയല്ലേ പറയുക, എനിക്കറിയില്ല. ഇതിനൊക്കെ വളരെ വില കുറവാണ്. 16 റിയാൽ. 16 റിയാലിനൊന്നും ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത്രയും ചീപ്പാണ് ഇവിടെ. ഇത് അതെ 16, 1.65 BD അങ്ങനെ ഉള്ള കുറേ ഉണ്ട്. ഫ്രൈ പാനുകൾ ഇവിടെ. അതേപോലെ തന്നെ ഈ സ്പൂണ്, ചട്ടകം, അങ്ങനത്തെ സംഭവങ്ങൾ. അതും ഇതേപോലെ അഫോർഡബിൾ റേറ്റാണ്. 10 റിയാലിന് താഴെ മാത്രം തരണുള്ളൂ. 0.990 BD. ഈ ഭാഗത്തും അതേപോലെ തന്നെ കുറേ ഇതേപോലത്തെ ഐറ്റംസുകളുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കുറേ ഐറ്റംസുകളുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കണ്ടെയ്നേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. കുറേ ഇവിടെ നമുക്ക് ഒരു ദിവസം മതിയാവില്ല ഇവിടെ ഫുള്ള് കാണണമെങ്കിൽ, അത്രത്തോളം സാധനങ്ങളുണ്ട്. ഈ ഭാഗത്തും എല്ലാം കുറേ ഉണ്ട് കേട്ടോ. ഓർഗനൈസേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. പ്ലേറ്റുകൾ, കുറേ പ്ലേറ്റ് ഐറ്റംസുകൾ, ചെറിയ ജാറുകൾ ഒക്കെ ഉണ്ട്. ക്ലോക്ക് ഐറ്റംസുകൾ, നല്ല ഫാൻസി ക്ലോക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നല്ല കളർഫുൾ സംഭവങ്ങളൊക്കെ. ഇതൊന്നും വലിയ വിലയില്ല, അതാണ്. ഇതിന് 16 റിയാൽ. റിയാലിൽ പറയുകയാണെങ്കിൽ 16 റിയാൽ. നല്ല ഫാൻസി ക്ലാസിക്കൽ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. നോർമൽ ക്ലോക്കുകൾ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ മുടിമകെട്ടികൾ, അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ബാഗ് ഐറ്റംസുകൾ ഒക്കെ ആയിട്ട് അത് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഉണ്ട്. അത്രയും കളക്ഷൻസാണ്, ബൾക്ക് കളക്ഷൻസാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പെർഫ്യൂമിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ഈ സൈഡിലൊക്കെ പെർഫ്യൂമുകൾ, ഇഷ്ടം പോലെ പെർഫ്യൂമുകൾ. കുറേ സാധനങ്ങൾ അടക്കി വെക്കുന്നുണ്ട്. ചീർപ്പുകൾ, അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഭാഗത്ത് വന്നാലും അതും നമുക്ക് കാണാൻ പറ്റും.
ബാഗുകളുണ്ട്, വളരെ ചീപ്പാണ്. ഞാൻ എന്തിനു വാങ്ങിത്തരണേ? സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള എനിക്ക് ഞാൻ എന്തിനു വാങ്ങിത്തരണോ? ആഹാ, നല്ല കഥ. അതൊക്കെ പറഞ്ഞാൽ പറ്റുമോ? ജോലിക്ക് പോവുക, ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടത്തിന് വാങ്ങുക, അങ്ങനെയാണ്. ഇതിഷ്ടായ ഞാൻ വാങ്ങി തരട്ടെ? ഇങ്ങനെ വീട്ടിൽ പൂച്ചക്കുട്ടികളും എന്താണ് മറ്റേ ഷാർക്കൊന്നും വെക്കാനുള്ള സ്ഥലമില്ല. സ്ഥലം നല്ല കീ ചെയിനുകളൊക്കെ ഉണ്ടടി. ആയാലോ മനസ്സിൽ ദിക്കറല്ലേ ഉണ്ട്. അൻഫസ് എന്തൊക്കെ വാങ്ങി? ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. വളരെ ചീപ്പാണ്, വെറുതെ കൊടുക്കേണ്ടത്. ശരി എന്നാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ, കാര്യപ്പെട്ടുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ജസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ബില്ലാക്കട്ടെ. ഇനി ഞങ്ങൾ ഡിസ്കൗണ്ട് സെന്ററിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഇവിടെ ബഹ്റൈനിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഷോപ്പ്, ഇത് നമ്മുടെ നാട്ടുകാരാണ്, വയനാടുള്ളവരാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്നുള്ളതാണ്. ഭയങ്കര ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയി ആക്ച്വലി. ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് ചോദിച്ചാണ് ഇത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാണ്, ജസ്റ്റ് വെറുതെ കാഷ്വൽ ടോക്കിൽ. അപ്പോൾ അവർ പറഞ്ഞാണ് ഇത് വയനാട്ടുകാരാണ് എന്നുള്ളത്. ബഹ്റൈൻ്റെ ബോർഡറിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് 25 റിയാൽ അടക്കുന്ന സ്ഥലത്ത് കേട്ടോ, അതായത് പാലത്തിനുള്ള ഫീസ് അടക്കുന്ന സ്ഥലത്ത്. ഇവിടുന്ന് പാലത്തിനുള്ള ഫീസ് നമ്മൾ അടക്കുന്നു. അതിനുശേഷം നമ്മൾ ബോർഡറിലേക്ക് വീണ്ടും പോകും. ഇവിടെ ജസ്റ്റ് നമ്മൾ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം. 25 റിയാലാണ് ഈ പാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ പാലത്തിനുള്ള ടോള് കൊടുത്തിട്ട് നമ്മൾ പാലത്തുമ്മ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമല്ല 25 കിലോമീറ്റർ തന്നെ ദൈർഘ്യമുള്ള കിലോമീറ്ററുള്ള പാലാണുള്ളത്. ആ പാലത്തിനാണ് 25 റിയാൽ നമ്മൾ ടോള് കൊടുക്കുന്നത്. എന്നിട്ട് പോവുകയാണ്. ഇപ്പോൾ സൗദിയിൽ നിന്ന് വരുമ്പോൾ സൗദി ബോർഡറിൽ നമ്മൾ കൊടുക്കും, ബഹ്റൈനിൽ നിന്ന് വരുമ്പോൾ ബഹ്റൈൻ ബോർഡറിലും നമ്മളിതുപോലെ 25 റിയാൽ കൊടുക്കണം. എന്നിട്ട് നമുക്ക് പാസ് ചെയ്ത് പോകാം. നമ്മളങ്ങനെ ബഹ്റൈൻ ബോർഡറിലെത്തി കേട്ടോ. ബഹ്റൈൻ ബോർഡറിലെത്തി. നമ്മുടെ വിസ ഓൾറെഡി ഉണ്ട്, വിസ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സിസ്റ്റത്തിലുണ്ടാവും. ജസ്റ്റ് പാസ്പോർട്ടിൽ സീൽ ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇഷ്ടംപോലെ ലൈനുകളുണ്ട് വണ്ടികൾക്ക് ആക്ച്വലി. എന്നാലും വലിയ തിരക്കില്ല. അന്ന് വന്നത്ര തിരക്കൊന്നുമില്ല. പെട്ടെന്ന് വണ്ടികൾ പോകുന്നൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ കൗണ്ടറിൽ നമ്മൾ വണ്ടി എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത കൗണ്ടറിലാണ് നമ്മളെ തന്നെ എക്സിറ്റ് ചെയ്യണം, പാസ്പോർട്ട് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യണം. ഇത് വണ്ടിയുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ സൗദിക്കാണല്ലോ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു പേപ്പർ തരും. ഇത് നമ്മൾ അടുത്ത ഗേറ്റിൽ കൊടുക്കണം. അവിടെ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് അവർ ചെക്ക് ചെയ്യും, എക്സിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ബഹ്റൈനിൽ നിന്ന് ഇതാ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വണ്ടി ചെക്കിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാലം കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദിയിലെത്തും. ഇത് സൗദി ചെക്ക് പോസ്റ്റാണ് നമ്മുടെ അടുത്ത ലക്ഷ്യമായിട്ടുള്ളത്. നമുക്ക് 327 കിലോമീറ്ററാണ് ഇനി പോകാനുള്ളത്. രാത്രി 9:30 ആകുമ്പോൾ അവിടെ എത്തുന്നതാണ് കൂടുതൽ പറയുന്നെങ്കിലും ബോർഡർ ക്രോസിംഗ് ഒക്കെ ഉള്ള കാരണം ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. ഇപ്പോഴും ആ ബഹ്റൈൻ സൗദി പാലത്തിൻ്റെ മേലെ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ.
കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അൽക്കോബാർ എത്തും. അൽക്കോബാറാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ബോർഡർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലം കഴിഞ്ഞാൽ കിട്ടുന്ന സിറ്റി. സൗദി ബോർഡർ കഴിഞ്ഞ പാടിനെ നമുക്ക് ഇങ്ങനെ റോഡാണ് കിട്ടുക കേട്ടോ. ഈ റോഡിന് എന്താ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ റോഡിൻ്റെ ഈ സൈഡിൽ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയയും റെസിഡൻഷ്യൽ കോംപ്ലക്സും അങ്ങനെ ഷോപ്പുകളും റീറ്റെയിൽ ഷോപ്പുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാലിയായിട്ട് കിടക്കുന്ന മരുഭൂമിയാണ്. ഫുള്ള് എന്താ പറയുക, കാലി ജസ്റ്റ് പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഉള്ളത് ഈ സൈഡിൽ. ഇങ്ങനെ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. നമുക്ക് ഇത്രയും ദൂരത്ത് കണ്ണത്താ ദൂരത്ത് വരെ ഒരു ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ആ യൂ ടേൺ എടുത്ത് വരുന്ന, ഖത്തറിൽ നിന്ന് വരുമ്പോൾ നമ്മൾ യൂ ടേൺ എടുത്ത് വരുന്ന സ്ഥലമാണ്. രാത്രി പോകുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് മല അല്ലെങ്കിൽ മരുഭൂമിയായിട്ട് കാണുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ വണ്ടിയായിട്ട് സ്കിഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാൻഡ് ഡ്യൂണിനെ എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഈ മരുഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കുതിരനായിട്ടുള്ള ഓട്ടം, അതുപോലെ ഒട്ടകത്തിനായിട്ടുള്ള ഓട്ടം, ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലം പോലെ ഈവനിങ് ഒക്കെ വൈബാക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഓരോ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒന്ന് ഈവനിങ് ഒക്കെ വൈബാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ വരുന്ന ഒരു സ്പോട്ടാണിത്. അതിൻ്റെ അപ്പുറത്ത് ഈ മരുഭൂമിയാണ്, നിവർന്ന് കിടക്കുന്ന മരുഭൂമി എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ ഇതേപോലെ സ്ട്രെയിറ്റ് 147 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോവുകയാണ്. ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് പോയതിന് ശേഷം മാത്രമാണ് ഇനി ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉള്ളൊരു സംഭവം വരുന്നുള്ളൂ. ഇതുവരെ സ്ട്രെയിറ്റ് റോഡാണ്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പണിയുടെ ഒരു പ്രത്യേകത. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 300 ചില്ലറ അല്ല, 600-700 കിലോമീറ്റർ ഉണ്ട്. അത് സ്ട്രെയിറ്റ് ഒരു സിഗ്നലും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ നമ്മൾ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു പമ്പിൽ കയറ്റിക്കാണ് വേണ്ടി കേട്ടോ. ഇവിടെ നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ അടിക്കാം. സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ സെൻറ്റേഴ്സ്, അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ബാത്റൂം കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 2 മണിക്കൂറിന് കൂടെ ഡ്രൈവ് ഉണ്ട്. നമ്മളങ്ങനെ സൗദി ബോർഡറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾ സൗദി ബോർഡറിലെത്തും. പിന്നെ അവിടുന്ന് നമ്മൾ ആസ് യൂഷ്വൽ പ്രോസസ്സ്, നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക, എക്സിറ്റ് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഇനി വലിയ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. 8:22 ഇവിടെ സൗദി ബോർഡറിൽ എത്തും. ഇതാണ് സൗദി ബോർഡർ. അങ്ങനെ ഒരു 2-3 ഗേറ്റ് നമുക്കിങ്ങനെ പാസ് ചെയ്ത് പോകാനുണ്ട്. ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. നല്ല വിശാലമായ ഡിഫറെൻറ്റ് ഗേറ്റുകൾ. പക്ഷേ എല്ലാതും റെഡായിട്ട് കിടക്കണം. കുറച്ച് മാത്രമേ ഉള്ളൂ ഗ്രീന്. അപ്പോൾ ഏതെങ്കിലും ഗ്രീനിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തുക. നമുക്ക് ബഹ്റൈൻ ബോർഡറിൽ തന്ന പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് കാറിനുള്ള എക്സിറ്റാണ് തന്നിട്ടുള്ളത്. കാറിനുള്ള എക്സിറ്റ് ഫസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. ഇനി അടുത്ത ഗേറ്റിൽ സെയിം ഇതേപോലത്തെ ഗേറ്റിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് കൊടുക്കേണ്ടി വരും. പാസ്പോർട്ടും ഇതിൽ സീൽ ചെയ്തിട്ട് സെറ്റിലുണ്ടാവാം. അടുത്ത ഗേറ്റ് പാസ് ചെയ്ത് നോക്കുമ്പോഴും
ഇങ്ങനെ ഒന്ന് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാസ്പോർട്ടും കൊടുത്തു, പിന്നെ മറ്റേ ഒരു ഇതും കൊടുത്തു, സ്ലിപ്പും കൊടുത്തു. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഗേറ്റിലോട്ട് പോവാണ്, 3ാമത്തെ ഗേറ്റ്. ഇവിടെ ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതെന്തായാലും നമ്മളെ കയ്യിൽ തരുന്നുണ്ടാവില്ല, നോക്കാം. അവിടുന്ന് ആ പേപ്പേഴ്സൊക്കെ അവർ 3 ആൾക്കാർ എക്സിറ്റ് ആവുന്നതിൻ്റെ പേപ്പേഴ്സൊക്കെ അവർ ആ ഗേറ്റിൽ വാങ്ങി വെച്ചു കേട്ടോ. ഇനി നേരെ ഖത്തർ ബോർഡറിലാണ്. ഖത്തർ ബോർഡറിൽ പോകുമ്പോൾ പാസ്പോർട്ട് നമ്മളെ എൻട്രി അടിക്കും. അത്രേ ഉള്ളൂ അവിടുന്ന് ഉണ്ടാകുന്ന പ്രോസസ്സ്. അങ്ങനെ നമ്മൾ ഖത്തർ ബോർഡർ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മെയിനായിട്ട് ഖത്തർ ബോർഡർ കുറച്ചും കൂടെ അങ്ങോട്ട് എത്താനുണ്ട്. അതിനൊരു തുടക്കം മാത്രം. ഇവിടെ ചിലപ്പോൾ വണ്ടി ചെക്ക് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ സ്കാൻ ചെയ്യും. ലഗേജ് കൂടുതലുണ്ടെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് പാസ് ചെയ്തിട്ട് വിടും. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇവിടെയാണ് നമുക്ക് പാസ്പോർട്ട് കാണിക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് പറയും ചിലപ്പോൾ വണ്ടി സ്കാൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ ഒരു ഭാഗത്തേക്ക് പോകണം, എന്നിട്ട് വണ്ടി സ്കാൻ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ എക്സിറ്റ് അടിച്ചു തരും, മീൻസ് എൻട്രി അടിച്ചു തരും. ഖത്തർ ബോർഡറിൽ നമ്മൾ ഫസ്റ്റ് ഇതേപോലത്തെ ഒരു സ്കാനിങ് തരണം കേട്ടോ. ഗേറ്റ് പാസ് പോലെ നമ്മൾ വരുമ്പോൾ ചെയ്തില്ലേ, അതേപോലെ ഇത് സ്കാൻ ചെയ്യുക, കയറി പോവുക. അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ ഖത്തറിൽ എത്തിയിട്ടോ. എൻട്രി ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു, ബഹ്റൈൻ ട്രിപ്പ്. നല്ലൊരു ട്രിപ്പായിരുന്നു. എനിക്ക് കുറേ മെമ്മറീസ് കാര്യങ്ങളൊക്കെ കിട്ടിയൊരു ട്രിപ്പായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ അടുത്ത് ഏകദേശം ഒരു 95 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതൊരു 1 മണിക്കൂർ, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീണ്ടും അടുത്ത ഒരു വ്ളോഗുമായിട്ട് കാണാം തീർച്ചയായിട്ടും. അതുവരേക്കും ബൈ ബൈ.